അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ അത്ഭുതവും അതിലുപരി ഭയം തോന്നിക്കുന്നതുമായ പ്രതിഭാസമാണ്. അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൺ ഫോർമുലയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂമിയിൽ പല രാജ്യങ്ങളിലായി നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട്. അതുപോലെ സൗരയൂഥത്തിലെ മറ്റു ചില ഗ്രഹങ്ങളിലും അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ അഗ്നിപർവ്വതമുള്ളത് ചൊവ്വാഗ്രഹത്തിലാണ്. ഈ അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ് ഒളിമ്പസ് മോൺസ്. ഇതിന് ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതമായ എവറസ്റ്റിൻ്റെ 2.5 മടങ്ങ് ഉയരമുണ്ട്. തിളച്ചുരുകിയ മാഗ്മ ദ്രവരൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്ന വിടവാണ് അഗ്നിപർവ്വതം. മിക്കപ്പോഴും ഇവ ഉയർന്ന കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ രൂപത്തിലായിരിക്കും കാണുക. ഭൂമിക്കടിയിലെ പ്ലേറ്റുകളുടെ ചലനങ്ങളുള്ള പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള മാഗ്മ ബഹിർഗമനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്രീക്ക് പുരാണത്തിലെ അഗ്നിദേവനായ വോൾക്കൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ സിസിലിക്കടുത്തുള്ള വോൾക്കാനിക് ദ്വീപിൽ നിന്നുമാണ് അഗ്നിപർവ്വതങ്ങൾക്ക് വോൾക്കാനോ എന്ന പേര് ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങൾ പ്രധാനമായും 3 വിഭാഗമുണ്ട്. സജീവ അഗ്നിപർവ്വതങ്ങൾ, ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള അഗ്നിപർവ്വതങ്ങളാണ് ഇവ. നിർജീവ അഗ്നിപർവ്വതങ്ങൾ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതങ്ങളാണ് ഇവ. വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതങ്ങൾ, ഇനി ഒരിക്കലും പൊട്ടിത്തെറിക്കാത്ത അഗ്നിപർവ്വതങ്ങളാണിവ. ഭൂമിയുടെ പുറംതോടിൻ്റെ താഴത്തെ ഭാഗത്ത് മാഗ്മയുടെ രൂപവൽക്കരണത്തോടെയാണ് അഗ്നിപർവ്വത സ്ഫോടനം ആരംഭിക്കുന്നത്. പ്ലേറ്റുകളുടെ ചലനത്തിനിടയിലെ ഘർഷണം ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാകുന്നു. ഇതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി പാറകളിലും മറ്റു വസ്തുക്കളിലും ഇടിച്ച് ഭീകരമായ ശക്തിയോടെ അത് മുകളിലേക്ക് നീങ്ങുകയും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരു പുതിയ പാത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മാഗ്മ ഭൂമിയുടെ മുകളിൽ എത്തിയാൽ ഇതിനെ ലാവ എന്ന് വിളിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സുനാമിക്ക് വരെ കാരണമാകുന്നു. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്ത്യയിലും ഒരു സജീവ അഗ്നിപർവ്വതമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് അതുള്ളത്. ആൻഡമാനിലെ ഏത് ദ്വീപിലാണ് ഈ പർവ്വതമുള്ളത് എന്ന് അറിയാമോ? അറിയുന്നവർ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.